പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും ബീറ്റ്റൂട്ട് ചമ്മന്തി. കണ്ടില്ലേ? ബീറ്റ്റൂട്ട്, ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ബീറ്റ്റൂട്ട്, അതുപോലെ പുതിനയില, തേങ്ങ, 2 കഷ്ണം ചെറിയ പീസ് ഇഞ്ചി, 2 മുളക്, പച്ചമുളക് എന്ന് പറഞ്ഞാൽ അത് കാന്താരമുളകാണ്. അല്ലാത്തവർക്ക് വേറെ മുളകാകുമ്പോൾ വേണമെങ്കിൽ എരിവിന് കുറച്ച് കൂടുതലിടാം. പിന്നെ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങ 1/4 ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഇത് എല്ലാതും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കാം. ബീറ്റ്റൂട്ട് ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ശരി. നമുക്കൊരു പാട്ട് പാടിയാലോ? പാടിക്കോ. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവനിരിപ്പു കാറ്റേ. ഇത്ര കിട്ടുള്ളോ? നമ്മള് ചെറിയൊരു പാട്ടുകാരനല്ല. അപ്പൊ നമ്മുടെ ആ നേരം കൊണ്ട് ഞാൻ പാട്ട് പാടുന്ന നേരം കൊണ്ട് ബീറ്റ്റൂട്ട് ആയിരിക്കും. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ചമ്മന്തി ആക്കാനുള്ള ശ്രമമാണ്. ആ മിക്സിയിലിട്ടോ. ആദ്യം ബീറ്റ്റൂട്ട് നമ്മൾ ആദ്യം ബീറ്റ്റൂട്ട് ഇട്ടു. ബീറ്റ്രൂട്ട് ഇട്ടു. ഇഞ്ചി ഒരു 2 പീസിൽ 4 പീസാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ഒരു എത്രണ്ണ? 2 പുതിനേര എല്ലാവർക്കും വീട്ടിൽ അതിന്റെ പുതിനേര തണ്ടില്ലേ? പുതിനേര തണ്ട് അത് ആ ഇലയൊക്കെ എടുത്തിട്ട് ചെറിയൊരു 2 വേര് വരും. ആ തണ്ട് നിങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഉണ്ടാവും. ഇതിന് വലിയ പരിചരണം വേണ്ട. അപ്പൊ എല്ലാവരും അത് ചെയ്യാച്ചെങ്കിൽ നല്ല ശുദ്ധമായ പുതിനയില എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം. അപ്പൊ നമ്മള് അടിക്കാൻ പോവാണ്. മിക്സിയിലിട്ടത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നാലും ഒന്നും കൂടി ലെവലായി കിട്ടുള്ളൂ. വെള്ളം ഇത്ര മതിയാ? ലെവലായി കൊണ്ടിരിക്കണല്ലോ. അപ്പോൾ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങ, ഞാൻ നേരത്തെ ഒരു നാരങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ട് അത് നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നു. ഒരു ചെറുനാരങ്ങ 1/4 ഭാഗം. അത് നമ്മൾ ക്വാണ്ടിറ്റി ബീറ്റ്റൂട്ട് ഒരെണ്ണാച്ചെങ്കിൽ അത് അരയേക്കാം. ഏത് ചെറുനാരങ്ങ, എന്നാലും നമുക്ക് നീര് കിട്ടുള്ളൂ. അപ്പോഴാണ് പുളി രസം കിട്ടുള്ളൂ. ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഇനി അരക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. നമ്മളതൊരു പാത്രത്തിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പുളി രസം അതൊക്കെ അതിന് പ്രത്യേക ടേസ്റ്റ് വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ അടിപൊളി ബീറ്റ്റൂട്ട് ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ വിശേഷങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. എല്ലാ വിശേഷങ്ങളൊന്നും പറയാറില്ല, നമ്മൾ കാണാറില്ല. അപ്പം നിങ്ങൾ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടാലേ നമുക്ക് അറിയുള്ളൂ. ഞങ്ങളുടെ മുന്നോട്ടുള്ള പാതയിൽ നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പാത. അതുകൂടെ നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ബായ്. Please subscribe, like, comment, share and enable the bell button.